ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും സ്റ്റോറീസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരാളുടെ ജീവിതത്തിൽ നടന്ന കഥയാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ റഷീദ്. ഇത് എൻ്റെ അയൽക്കാരനും സുഹൃത്തുമായ ദിനേശിൻ്റെ ഭാര്യ അഞ്ജനയെ എനിക്ക് ലഭിച്ചതിൻ്റെ ചെറിയൊരു വിവരണമാണ്. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വീർപ്പ് മുട്ടി ഞാൻ ചാകുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, ഞാൻ, എൻ്റെ ഭാര്യ, 2 മക്കൾ എന്നിവരാണുള്ളത്. എനിക്ക് 35 വയസ്സുണ്ട്. എൻ്റെ അയൽവാസിയാണ് ദിനേശൻ. അവൻ വീടിനോട് ചേർന്ന് ഒരു പലചരക്ക് കട നടത്തുന്നു. എന്നേക്കാൾ 2-3 വയസ്സിന് എളുപ്പമാണവൻ. വീടും പലചരക്ക് കടയും ആണ് അവൻ്റെ ലോകമെങ്കിലും കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന വാശിയിലായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ 30 കടന്നിട്ടും അവൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നില്ല. എനിക്ക് അതിനോടകം പിള്ളേർ 2 അവർ സ്കൂളിലും പോയി തുടങ്ങിയിരുന്നു. ദിനേശിൻ്റെ അമ്മ ഒരു ഭയങ്കരിയാണ്. നാട്ടുകാർക്കൊക്കെ അവരെ പേടിയും വെറുപ്പുമായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തെങ്ങും ഉള്ള ഒരു വീട്ടുകാരും ദിനേശിന് പെണ്ണിനെ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും കാത്ത് അവസാനം 32-ാം വയസ്സിൽ അവൻ മനസ്സിൽ ആശിച്ചതുപോലെ ഒരു അതിസുന്ദരിയായ ഒരു പെണ്ണിനെ തന്നെ അവന് കിട്ടി. അഞ്ജന. 32 വയസ്സുള്ള അവൻ്റെ ഭാര്യയുടെ പ്രായം വെറും 19 വയസ്സായിരുന്നു. എങ്ങനെ ഇവനെ പോലെ ഒരു തൈക്കിളവന് ഇത്രയും ചെറുപ്പവും സൗന്ദര്യവുമുള്ള പെണ്ണിനെ കിട്ടിയെന്ന എൻ്റെ വ്യക്തിപരമായ കൗതുകം ചില അന്വേഷണങ്ങളിലേക്ക് നീണ്ടു. അതിൽ നിന്നും ചില ത്രസിപ്പിക്കുന്ന വിവരങ്ങൾ എനിക്ക് ലഭിച്ചു. അഞ്ജന +2 പഠിക്കുന്ന സമയത്ത് ഏതോ ബസ്സിലെ കിളിയുടെ കൂടെ ഒളിച്ചോടിയത്രേ. എന്തായാലും കിളിക്ക് വലിയ ഭാഗ്യമൊന്നും ലഭിച്ചില്ല എന്നതാണ് സത്യം. കാരണം കേരള പോലീസ് ചില സമയത്ത് ഞെട്ടിക്കുന്ന പ്രകടനമാണ് നടത്തുന്നത് എന്നത് തന്നെ. ഒളിച്ചോടി വെറും 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കിളിയും പെണ്ണും പിടിയിലായി. പോലീസുകാർ ഭംഗിയായി ചവിട്ടി പിഴിഞ്ഞ കിളി നാടുവിട്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. വേലി ചാടിയ പെണ്ണിനെ ആരുടെ തലയിൽ കെട്ടിവയ്ക്കണമെന്ന തീരുമാനത്തിൽ വീട്ടുകാർ നിൽക്കുന്ന സമയത്താണ് ദിനേശിൻ്റെ ആലോചന ചെല്ലുന്നത്. അവർ ഒന്നും ആലോചിക്കാതെ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. ഒളിച്ചോടി പിടിയിലായ അഞ്ജനയ്ക്ക് ശബ്ദിക്കാനുള്ള അവകാശവും ഇല്ലാതായിരുന്നു. അങ്ങനെയാണ് അവൾ ദിനേശിൻ്റെ ഭാര്യയായി മാറിയത്. ഈ ഒളിച്ചോട്ടത്തിൻ്റെ കഥ ദിനേശിന് ഇപ്പോഴും അറിയില്ല. അതുവരെ ദിനേശിനെ ഒരു ഉപയോഗശൂന്യനായ വ്യക്തിയായി മാത്രം കണ്ടിരുന്ന എനിക്ക് അഞ്ജനയുടെ വരവോടെ ആ മനോഭാവം മാറി. എൻ്റെ മനസ്സിൽ അവനോട് അസൂയ കലശലായി തന്നെ ഉടലെടുത്തു. എൻ്റെ ഭാര്യയെയും അഞ്ജനയെയും തുലനം ചെയ്താൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസം തമ്മിലുണ്ടായിരുന്നു. ഞാനെന്നല്ല, നാട്ടിലെ ഒട്ടുമിക്ക കോഴികളും ദിനേശിൻ്റെ ഈ മഹാഭാഗ്യത്തിൽ അസൂയപ്പെട്ടു എന്നതാണ് പരമാർത്ഥം. അത്ര നാളും അവനോട് വലിയ ലോഹ്യമൊന്നും കാണിക്കാതിരുന്ന ഞാൻ അവനെ കാണുമ്പോൾ വെളുക്കെ ചിരിക്കാനും കുശലങ്ങൾ പറയാനും അഞ്ജനയുടെ വരവോടെ തുടങ്ങി. സാധനങ്ങൾ മൊത്തമായി ടൗണിലെ കടയിൽ നിന്നും സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരുന്ന ഞാൻ കുറേ സാധനങ്ങൾ അവൻ്റെ കടയിൽ നിന്നും വാങ്ങാനും ആരംഭിച്ചു. നീ നമ്മുടെ കടയിൽ നിന്ന് സാധനമൊന്നും വാങ്ങത്തില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്തോ പറ്റി? അവനൊരു ദിവസം സാധനം വാങ്ങാൻ ചെന്ന എന്നോട് ചോദിച്ചു. അവൻ്റെ അടുത്ത് തന്നെ സ്വർണത്തിൽ കടഞ്ഞെടുത്ത രതിശില്പം പോലെ അഞ്ജനയും ഉണ്ടായിരുന്നു. അവളെ കേൾപ്പിക്കാനാണ് അവനത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഈ ദരിദ്രവാസി അയൽവാസിയെ കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല എന്ന് ഭാര്യ അറിയാനുള്ള ഒരു കുതന്ത്രം. നമുക്കതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അന്ന് നീ ഒറ്റത്തടി അല്ലായിരുന്നോ? ഇപ്പോൾ പെണ്ണൊക്കെ കെട്ടി ചിലവും ഉത്തരവാദിത്വം ഒക്കെ കൂടിയില്ലേ? അതുകൊണ്ട് കുറച്ച് ബിസിനസ് നിനക്ക് തരാമെന്ന് കരുതി. ഞാൻ അവനെയും അഞ്ജനയെയും നോക്കിയാണ് അത് പറഞ്ഞത്. ആ ഉത്തരം ഇഷ്ടപ്പെട്ടതുപോലെ അഞ്ജന ചിരിച്ചു. ഇക്കയ്ക്ക് എന്താണ് ജോലി? അവൾ ചോദിച്ചു. ഇത്ര സുന്ദരമായ സ്ത്രീ ശബ്ദം ഭൂമിയിലുണ്ടെന്ന് ഞാൻ ആദ്യമായി അറിയുകയായിരുന്നു. എനിക്ക് പഴയ വണ്ടികളുടെ കച്ചവടം, പിന്നെ LIC, അങ്ങനെ കുറേ പരിപാടികൾ. ഞാൻ പറഞ്ഞു. ഇഷ്ടം പോലെ കാശ് എന്തായാലും ഉണ്ടാകുന്നുണ്ട് അല്ലേടാ? ദിനേശൻ സാധനങ്ങൾ എടുക്കുന്നതിനെ പറഞ്ഞു. പിന്നെ ജീവിക്കാൻ കാശ് വേണ്ടേ? അഞ്ജനയും അത് ശരിയാണ് എന്ന മട്ടിൽ തലയാട്ടി. ഇക്ക, എനിക്ക് എവിടെങ്ങാനും വല്ല ജോലിയും കിട്ടുമോ? വീട്ടിലിരുന്ന് ചുമ്മാ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയ അഞ്ജന ചോദിച്ചു.
അതേടാ, ഞാനും അത് നിന്നോടൊന്ന് പറയണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. ഇവക്ക് വല്ല ജോലിയും കിട്ടുമോ? നിനക്ക് ഒരുപാട് പേരെ പരിചയമുണ്ടല്ലോ. ദിനേശൻ ത്രാസിൽ നിന്നും കത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അഞ്ജന എത്ര വരെ പഠിച്ചു? ഞാൻ ചോദിച്ചു. ഞാൻ +2, അവൾ പറഞ്ഞു. ഓ, എത്ര വയസ്സുണ്ട്? അവളുടെ ചുണ്ടുകളുടെ ചലനം ആസ്വദിച്ചുകൊണ്ട് ഞാൻ നോക്കി. 19. എന്താ, ഡിഗ്രിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ല ചില ജോലിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ അഞ്ജന കൊച്ചുകുട്ടിയല്ലേ. അത് കേട്ടപ്പോൾ അവളുടെ മുഖം തൊടുത്തു. എന്തെങ്കിലും ജോലി മതി. വലിയ ജോലിയൊന്നും എനിക്ക് കിട്ടില്ല എന്നറിയാം. അവൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. നോക്കാം. ചേട്ടൻ്റെ കണ്ണിൽ നിന്നുള്ള വരുമാനം കൊണ്ടൊന്നും നടക്കത്തില്ല. ഒരു വണ്ടി പോലും ഞങ്ങൾക്കില്ല എന്ന് ഇക്കയ്ക്ക് അറിയാമല്ലോ. രണ്ടു പേരും ജോലി ചെയ്താലേ സുഖമായി ജീവിക്കാൻ പറ്റും. അഞ്ജന ചുണ്ടിലേശം പിളുത്തി എന്നെ നോക്കി. അവൾക്ക് ആഡംബര ജീവിതമാണ് ഇഷ്ടമെന്നെനിക്ക് മനസ്സിലായി. അതിന് പണം വേണം. എൻ്റെ വീട്ടിൽ കാറും ബൈക്കും സ്കൂട്ടറും എല്ലാമുള്ള വിവരവും അവൾക്കറിയാം. ശരിയാണ്, ഞാൻ തിരക്കിയിട്ട് പറയാം. മറക്കല്ലേ. അഞ്ജന ഞാൻ പോകാൻ നേരം ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിച്ചു. അവളുടെ കണ്ണിലേക്ക് ഞാൻ ആഴത്തിലൊന്ന് നോക്കിയിട്ട് തലയാട്ടി. ആ കൊതിപ്പിക്കുന്ന മദ്രസം നിറഞ്ഞ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നത് ഞാൻ കണ്ടു. അതിനുശേഷം അഞ്ജനയെ കാണുമ്പോഴൊക്കെ ഇല്ലാത്ത ഓരോരോ ജോലിക്കാര്യങ്ങൾ പറഞ്ഞ് അതെന്തുകൊണ്ട് അവൾക്ക് കിട്ടില്ല എന്ന് അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. എൻ്റെ ഉന്നം അവളുടെ ആ ഭ്രാന്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യം അടുത്തു നിന്ന് കോരി കുടിക്കുക എന്നത് മാത്രമായിരിക്കും. അവൾക്ക് ജോലി വേണമെന്ന് നല്ല ആഗ്രഹമുള്ളത് കൊണ്ട് കാര്യമായി തന്നെ എന്നോട് സംസാരിക്കുകയും ചെയ്യും. ഞാൻ വിചാരിച്ചാൽ ഭാര്യയ്ക്കൊരു ജോലി കിട്ടുമെന്ന് ദിനേശനും കരുതിയത് എനിക്ക് കൂടുതൽ സൗകര്യമായി. എന്നാൽ പിന്നെ അഞ്ജനയ്ക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാമെങ്കിൽ വീട്ടിലെ വണ്ടി അത്യാവശ്യത്തിന് ഉപയോഗിച്ചു കേട്ടോ, ഒരു ദിവസം സംസാരമധ്യേ ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. അങ്ങനെ ഇടയ്ക്കിടെ അവൾ വന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. അഞ്ജനയെ കണ്ടതിൽ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെ രാത്രിയിൽ പണിയുന്നത് അവളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ അവളോടുള്ള എൻ്റെ ഭ്രമം ദൈനംദിനം കൂടിക്കൂടിയും വന്നു. ഒരു ദിവസം അവളെ സാരിയിൽ കണ്ടതാണ് എൻ്റെ നിയന്ത്രണം മൊത്തം തെറ്റാൻ കാരണം. അന്ന് ഞാൻ കാറിൽ ടൗണിലേക്ക് പോകുമ്പോൾ ദിനേശനും അഞ്ജനയും കൂടി എവിടേക്ക് പോകുന്നത് ഞാൻ കണ്ടു. കല്യാണ ദിനത്തിൽ കണ്ട ശേഷം അഞ്ജനയെ ആദ്യമായി ഞാൻ സാരി എടുത്ത് കാണുകയാണ്. ഒരു നീല പ്രിൻ്റ് സാരിയും നീല ബ്ലൗസുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. പിന്നിൽ നിന്നും ആ നടത്തം നോക്കിയ എൻ്റെ മനസ്സ് വല്ലാണ്ട് പിടഞ്ഞു. വയറ് നന്നായി പ്രദർശിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അവളുടെ ഒതുങ്ങിയ അരക്കെട്ടിന് ഈ 2 മടക്കുകൾ വീതം 2 വശങ്ങളിലും ഉണ്ടായിരുന്നു. അരക്കെട്ടിന് താഴെ വിടർന്ന് വികസിച്ച് നിൽക്കുന്ന ബാക്കും എത്ര താളാത്മകമായിട്ടാണ് തെന്നിക്കയറി ഇറങ്ങുന്നതെന്നോ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. ഞാൻ മെല്ലെ കാറ് അവരുടെ അടുത്തെത്തിയപ്പോൾ നിർത്തി നോക്കി. എനിക്ക് ഭ്രാന്ത് പിടിച്ച് എന്താണ് സത്യം. അഞ്ജനയുടെ സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു കുളിർമ. അങ്ങനെ എന്നെ കണ്ടപ്പോൾ അവൾ ഉള്ളിലേക്ക് കുനിഞ്ഞു നോക്കി. രാവിലെ തന്നെ വിയർത്ത് കുതിർന്നിരുന്ന അവളുടെ കക്ഷങ്ങൾ ചങ്കിടുപ്പോടെ ഞാൻ കണ്ടു. ഓ, ഇക്കയോ, ഞങ്ങളെ കൂടി കൊണ്ടുപോകുമോ? മനം മയക്കുന്ന ചിരിയോടെ അവൾ ചോദിച്ചു. എങ്ങോട്ടാ രണ്ടാളും കൂടി? ഞാൻ ദിനേശിനെ നോക്കി. അവൻ സംശയം തോന്നരുതല്ലോ. ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്നു. നീ എങ്ങോട്ടാ? ടൗണിലേക്കാ? എന്നാൽ ശരി, ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഈ ജംഗ്ഷനിൽ വരും, അവൻ പറഞ്ഞു. എന്നാൽ ശരി എന്ന് 2 പേരെയും നോക്കി പറഞ്ഞിട്ട് ഞാൻ വണ്ടി മുൻപോട്ടെടുത്തു. അഞ്ജന കാരണം എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന സംഭവങ്ങളെല്ലാം എണീറ്റു. വണ്ടി വരുന്നുണ്ടായിട്ടും ഞങ്ങളെ കൂടി കൊണ്ടുപോകുമോ എന്നവൾ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണ്? വണ്ടിയിൽ കയറാൻ അവൾ തയ്യാറാണ് എന്നതിൻ്റെ ഒരു സൂചനയല്ലേ അത്? ധാരാളം ആളുകൾ വരുന്ന വിവാഹ സ്ഥലത്ത് നല്ല ശരീര പ്രദർശനം നടത്തി പോകുന്ന അവൾ കെട്ടിയവനിൽ തൃപ്തിയല്ല എന്നല്ലേ കരുതേണ്ടത്? അവളുടെ നോട്ടവും മുഖഭാവവും സംസാരവും വസ്ത്രധാരണയും എല്ലാം മനസ്സിൽ ഇട്ടിരുട്ടിക്കൊണ്ട് ഞാൻ ടൗണിലേക്ക് പോയി. പഴയ വണ്ടികളുടെ കച്ചവടം നടത്തുന്ന എനിക്ക് ടൗണിന് സമീപം കുറേ ഉള്ളിലേക്ക് മാറി ഒരു സ്ഥലമുണ്ട്. ഉമ്മയുടെ ഓഹരിയായി കിട്ടിയ സ്ഥലമാണത്. എൻ്റെ പേരിൽ ഉമ്മ എഴുതി തന്നിട്ടുണ്ട് ആ സ്ഥലം. 30 സെൻറ്റ് സ്ഥലത്ത് പഴയ ഒരു വീടും കിണറും ഒക്കെ അവിടെയുണ്ട്. ഞാൻ അവിടെ ഒരു വലിയ ഷെഡ് പണിത് അതിന് ചുറ്റും ഇരുമ്പ് വേലിയും കെട്ടി വലിയ ഗേറ്റും വെച്ച് അതിൻ്റെ ഉള്ളിലാണ് വണ്ടികൾ ഇടുന്നത്. ആദായ വിലയ്ക്ക് വാഹനം കിട്ടിയാൽ ഞാനത് വാങ്ങിയിടും. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് അവരെ അവിടെ കൊണ്ടുപോയി വണ്ടി കാണിച്ച് വിൽപ്പന നടത്തും. വീട് ഓടിട്ട പഴയ മോഡൽ ഒന്നാണ്. അതിൽ ഒരു മുറി ഞാൻ എനിക്ക് ചില സമയത്ത് തനിച്ചിരുന്ന് മദ്യപിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പ്രധാന റോഡിൽ നിന്നും ഉള്ളിലേക്ക് കയറി 2 ആളൊഴിഞ്ഞ പറമ്പിനും അപ്പുറത്തായിരുന്നു എൻ്റെ പറമ്പ്. അതിനുശേഷം പാടമാണ്. അങ്ങോട്ട് വേറെ വീടുകളില്ല. ഒരു പെണ്ണിനെ കിട്ടിയാൽ കൊണ്ടുപോയി സുഖമായി ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. അതെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം നാളിതുവരെ എനിക്ക് ഒരുക്കി തന്നിട്ടില്ല. ആ സ്ഥലത്തിൻ്റെ ആകർഷണീയത കാരണം ഒരിക്കൽ ഭാര്യയെ അവിടെ കൊണ്ടുപോയി ഞാൻ
ചെയ്തിട്ടുണ്ട്. അഞ്ജനയെ കണ്ടതു മുതൽ അവളെ എങ്ങനെ അവിടെ എത്തിക്കാമെന്നൊരു ചിന്ത എന്നിൽ ഉടലെടുത്തു. ആ ചിന്ത മനസ്സിലിട്ട് ഞാൻ ദിനങ്ങൾ തള്ളി നീക്കവേ ഇടയ്ക്കിടെ അവളെ കടയിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട്. അവൾ അങ്ങനെ കടയിൽ സ്ഥിരം കാണില്ല. എങ്കിലും ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അവളുടെ വീട്ടിൽ നിന്നാൽ കാണാൻ പറ്റും. എപ്പോഴേക്ക് ഞാൻ കടയിൽ ചെന്നിട്ടുണ്ടോ അപ്പോഴേക്ക് അവളും അവിടെ ഉണ്ടാകും. വേറെ ആരെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വന്നാൽ മെല്ലെ അവൾ പോവുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് പ്രതീക്ഷകൾ നൽകിയ സംഭവങ്ങളായിരുന്നു. എന്താ ഇക്ക ജോലിക്കാര്യം? ഓ പാവപ്പെട്ട നമ്മുടെ കാര്യമൊക്കെ ഓർക്കാൻ ഇക്കയ്ക്ക് നേരമുണ്ടോ? ഇല്ല ചേട്ടാ. വയലറ്റ് നിറമുള്ള ഒരു ഇറുകിയ ചുരിദാർ ധരിച്ച് സ്വതവേ മലർന്നു നെഞ്ചുണ്ട് കുറെ കൂടി മലർത്തി ഒരു ചിണുങ്ങലോടെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. 1-2 സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയ ശമ്പളത്തിന് അഞ്ജന പോകുമോ? മിനിമം ഒരു 10-15 രൂപയെങ്കിലും മാസം കിട്ടുന്നിടത്ത് ഞാൻ അഞ്ജനയെ അയക്കൂ. അവളുടെ അംഗപുഷ്ടി കോരി കുടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അത്രയും ഒക്കെ എനിക്ക് കിട്ടുമോ? അവൾ ലജ്ജിച്ച് തൊടുത്താണ് അത് ചോദിച്ചത്. പിന്നെ നക്കാപ്പിച്ച ശമ്പളത്തിന് പോയിട്ട് കാര്യമുണ്ടോ? 15-20 ആണ് എൻ്റെ നോട്ടം. ഒരു തുണിക്കടയിൽ സൂപ്പർവൈസറായി വയ്ക്കാൻ നോക്കുന്നുണ്ട്. കിട്ടിയാൽ രക്ഷപ്പെട്ടു. മാസം 20 രൂപ കുറഞ്ഞത് കിട്ടും. പക്ഷേ അല്പം ക്ഷമിക്കണം. കട 1-2 മാസം കഴിഞ്ഞ് തുടങ്ങും. അതും നമ്മുടെ ടൗണിൽ തന്നെ. എന്നെ കാണിക്കാൻ വേണ്ടി കൈകൾ പൊക്കി ചുമ്മാ മുടിയിൽ പണിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അവളുടെ വെളിയിലേക്ക് കാണപ്പെട്ട കക്ഷരോമങ്ങളിൽ ആർത്തിയോടെ നോക്കിക്കൊണ്ടാണ് ഞാനത് പറഞ്ഞത് സത്യവുമാണ്. നല്ലൊരു ചരക്കിനെ സൂപ്പർവൈസറായി വേണമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വഴി ആണ് കടയുടമ എന്നെ അറിയിച്ചത്. മാസം 20-25 നൽകാമെന്നായിരുന്നു ഓഫർ. അവന് നല്ല പെണ്ണുങ്ങളെ കണ്ടിരിക്കാൻ വലിയ കൊതിയാണ്. മറ്റു പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാലാണ് അഞ്ജനയെ അവനെ റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഷോ ആണോ? സത്യം? അഞ്ജന വീണ്ടും അവളുടെ തേൻ ചുണ്ട് പിളുത്തി എന്നെ കൊതിപ്പിച്ചു. അഞ്ജനയുടെ ഭാഗ്യം പോലെ ഇരിക്കും. ആട്ടെ, ജോലി കിട്ടിയാൽ എനിക്ക് എന്ത് തരും? ഏട്ടാ. ഞാൻ സംസാരം അവനിലേക്ക് മാറ്റി. അഞ്ജന കടുത്ത ആരാധനയോടെ എന്നെ നോക്കി നിൽക്കുകയാണ്. ആ ഇറുകിയ ചുരിദാർ അവളുടെ ഫ്രണ്ടുകളിലേക്ക് ഒട്ടും കുറയാതെ കാണിക്കുന്നത് ഇടയ്ക്കിടെ നോക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആദ്യം കിട്ടട്ടെ, എന്നിട്ട് നോക്കാം, അവൻ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. കിട്ടിയാൽ ഇക്കയ്ക്കും ഫാമിലിക്കും എൻ്റെ വക ഒരു ട്രീറ്റ്, അഞ്ജന പറഞ്ഞു. ഇത് മിക്കവാറും നടക്കും. അതുകൊണ്ട് അഞ്ജന ഒരു 2 മാസം വെയിറ്റ് ചെയ്യേ. അടുത്തു തന്നെ ആയതുകൊണ്ട് പോകാനും വരാനും എളുപ്പമാണല്ലോ. അവൾ തലയാട്ടി. ജോലി എന്നായതോടെ എന്നോടുള്ള അവളുടെ താല്പര്യം കുറേ കൂടി കൂടിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദിനേശിൻ്റെ ഒരു അടുത്ത ബന്ധു മരിച്ചു. പറയാൻ മറന്നു, അവൻ്റെ വീട്ടിൽ അവനും അവളും അമ്മയും മാത്രമാണുള്ളത്. കട തുറക്കണമെന്ന കാരണത്താൽ ദിനേശൻ മരണവീട്ടിൽ പോകാൻ പറ്റിയില്ല. അടക്കം 2 ദിവസം കഴിഞ്ഞായതിനാൽ അന്ന് പോകാമെന്നവൻ അമ്മയോട് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ കടയിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ഞാനും അവളും കൂടി അങ്ങോട്ട് പോകാം. അവളെ വൈകിട്ട് ഇങ്ങ് വിടാം. ഞാനിനി അടക്കം കഴിഞ്ഞേ വരൂ. അന്ന് നീ കട തുറക്കണ്ട കേട്ടോ, അവൻ്റെ അമ്മ പറഞ്ഞു. എവിടാ ഈ വീട്? ഞാൻ മനസ്സിൽ ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ചോദിച്ചു. അവർ സ്ഥലപ്പേര് പറഞ്ഞു. ഓഹോ, അവിടെയാണോ? നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്? എനിക്ക് ആ ഭാഗത്ത് ഒരു വണ്ടി നോക്കാനുണ്ട്. വേണ്ട, ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. എന്നാൽ വേഗം ഒരുങ്ങമ്മേ. അവളോടും പറ, വെറുതെ ഓട്ടോയ്ക്ക് കാശ് കളയണ്ടല്ലോ, ദിനേശന് വേഗം പറഞ്ഞു. കാശ് ചിലവാക്കുന്ന കാര്യത്തിൽ പക്കാ ദരിദ്രവാസിയാണ് അവൻ. മോനെ എപ്പോഴാണ് പോകേണ്ടത്? തള്ള ഫ്രീ ലിഫ്റ്റ് കിട്ടുന്നതിന് സന്തോഷത്തോടെ ചോദിച്ചു. എപ്പോൾ പോയാലും മതി, വണ്ടി അവിടെ കിടക്കുകയല്ലേ. എന്നാൽ ഞാനും അവളും കൂടി ഒന്ന് കുളിച്ച് ഒരുങ്ങി വരാം. 11 മണിക്ക് പോകാം. എന്താ? ഓ ശരി. അന്ന് ഞങ്ങളെ കൂടി കൊണ്ടുപോകാമോ എന്ന് ചോദിച്ച അഞ്ജനയെ പിന്നെ കാറിൽ കയറ്റാൻ തക്ക ഒരു ചാൻസും എനിക്ക് ഒത്തിരുന്നില്ല. ഇന്ന് തള്ള ഉണ്ടെങ്കിലും അവളുടെ ബാക്കുകൾ എൻ്റെ കാറിൻ്റെ സീറ്റിൽ ഒന്ന് തൊടുമല്ലോ എന്ന ചിന്തയിൽ ഞാൻ കോരിത്തെറിച്ചു. ഞാൻ ചെന്ന് വേഷമൊക്കെ മാറി 11 മണിക്ക് വണ്ടിയുമായി ഇറങ്ങി. 2 പേരും എന്നെ കാത്ത് കടയിൽ തന്നെ ഉണ്ടായിരുന്നു. അഞ്ജന ഒരു ചുവന്ന ചുരിദാറാണ് ധരിച്ചിരുന്നത്. നേരിയ തുണി കൊണ്ടുള്ള ആ ഇറുകിയ ചുരിദാറിൻ്റെ ഉള്ളിൽ അവളുടെ ദേഹം മൊത്തം കാണുമായിരുന്നു. ഉള്ളിൽ ധരിച്ചിരുന്ന കറുത്ത ബ്ര വളരെ സ്പഷ്ടമായി തന്നെ ഞാൻ കണ്ടു. അവളുടെ രോമമുള്ള കൊഴുത്ത കൈകൾ ഏറെക്കുറെ മുഴുവനും നഗ്നവുമായിരുന്നു. എന്നെ കണ്ടപ്പോൾ ആ മദം മുറ്റിയ ചുണ്ട് പുറത്തേക്ക് തള്ളി അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ വന്ന് തള്ളയുടെ കൂടെ കാറിൽ പിൻസീറ്റിൽ കയറിയിരുന്നു. തള്ള കില്ലാടി ആയതിനാൽ ഞാൻ പോകുന്ന പോക്കിൽ അഞ്ജനോട് ഒന്നും സംസാരിച്ചില്ല. അവർ തമ്മിൽ മരിച്ചുപോയ ആളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു.
തള്ള അവിടെ എത്തിയപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ കരഞ്ഞുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അവർക്ക് പിന്നാലെ ഞാനും അഞ്ജനയും പുറത്തിറങ്ങി. തള്ളയുടെ അഭിനയം കണ്ടില്ലേ? പതിഞ്ഞ ചിരിയോടെ അവൾ പറഞ്ഞു. അതൊക്കെ അങ്ങനെ, എന്നാൽ ഞാൻ പോട്ടെ. ഞാൻ അവളെ നോക്കി. ഇക്ക പോവുകയാണോ? ഞാനിവിടെ തനിച്ച് ബോറടിക്കും. എനിക്ക് ഒരാളെ പോലും പരിചയവുമില്ല. അവൾ വല്ലാത്തൊരു ഭാവത്തോടെ എന്നെ നോക്കി പറഞ്ഞു. വൈകിട്ട് വരെ ഇരിക്കേണ്ടി വരുമോ? ഞാൻ അവളുടെ ചുണ്ട് കളിച്ച് തിന്നാനുള്ള ആർത്തിയോടെ ചോദിച്ചു. ഞാൻ കുറേ ഇരിക്കും. ഉച്ചയോടെ ഞാൻ പോകും. എങ്ങനെ പോകും? ഓട്ടോ വിളിക്കുമോ? ഉച്ചയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എനിക്കിവിടെ 1 മണിക്കൂർ പണി കാണും. 1 മണിയോടെ ഞാൻ വരാം. എന്താ? മനസ്സിൽ പല കണക്ക് കൂട്ടലുകൾ നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഇക്കയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്നാൽ അഞ്ജന ചെല്ല്. കൃത്യം 1 മണിക്ക് ഞാനിവിടെ കാണും. അയ്യോ, ഇവിടെ വേണ്ട. ഞാൻ തനിച്ച് ഇക്കയുടെ കൂടെ വരുന്ന തള്ള കാണണ്ട. ഞാൻ മെയിൻ റോഡിൽ ബസ് സ്റ്റോപ്പിൽ 1 മണിയോടെ വന്ന് നിൽക്കാം. ഇക്ക അവിടെ വന്നാൽ മതി. ശരി. അവൾ തലയാട്ടിയ ശേഷം ഞാൻ അവളോട് യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോന്ന് ഞാൻ നേരെ അടുത്തുള്ള ഒരു ബാറിൽ കയറിയിരുന്നു. സമയം പോകാനായി മദ്യപിച്ചു. ഉച്ചയ്ക്ക് അവളെ തനിച്ച് കയ്യിൽ കെട്ടാൻ പോവുകയാണ്. ഈ അവസരം മുതലെടുക്കണം. അവളുടെ രുചി അറിയാതെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. സാമാന്യം നല്ല രീതിയിൽ മദ്യപിച്ച് ഞാൻ 1 മണിയായപ്പോൾ അഞ്ജനയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവിടെ ചെന്നു. അവൾ എന്നെ കാത്ത് റോഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ അവൾ മുൻവാതിൽ തുറന്ന് ഉള്ളിൽ കയറിയിരുന്നു. AC-യുടെ കുളിർമയിലിരുന്ന് അവൾ എന്നെ നോക്കി ചിരിച്ചു. അവളുടെ മുഖത്തും കഴുത്തിലും വിയർപ്പ് കണങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് ചൂടാ! അവിടെ കരണ്ടും പോയി, അവൾ പറഞ്ഞു. അമ്മ ഒന്നും പറഞ്ഞില്ലേ? നേരത്തെ പോകുന്നതിന്? വണ്ടി മുൻപോട്ടെടുത്തുകൊണ്ട് ചോദിച്ചു. അവർ തന്നെ ബുദ്ധിമുട്ടി അവിടെ നിൽക്കുന്നത്, അവൾ പറഞ്ഞു. അഞ്ജന, എനിക്ക് എൻ്റെ വണ്ടികൾ ഇട്ടിരിക്കുന്നിടത്ത് ഒന്ന് പോകണം. അഞ്ജനയ്ക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെങ്കിൽ ഞാൻ വിട്ടിട്ട് തിരിച്ചു വന്നോളാം. അവളുടെ മനസ്സറിയാനായി ഞാൻ ചോദിച്ചു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തെടുക്കാനാ? വൈകിട്ടേ വരൂ എന്ന ദിനേശനോട് ഞാൻ പറഞ്ഞത്, അവൾ എന്തൊക്കെയോ തിരയടിക്കുന്ന മൊഴികളോടെ പറഞ്ഞു. എൻ്റെ ചങ്കിടുപ്പ് കൂടി തുടങ്ങിയിരുന്നു. എങ്കിൽ അവിടെ കയറിയിട്ട് പോകാം. ഉച്ചയായില്ലേ? ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഉണ്ടാലോ? ഹോട്ടലിൽ കയറാൻ എനിക്ക് വയ്യ. പരിചയക്കാർ എല്ലാവരും കണ്ടാൽ. അവൾ വിരൽ കടിച്ചുകൊണ്ട് എന്നെ നോക്കി. എങ്കിൽ ഞാൻ പാഴ്സൽ വാങ്ങാം. എൻ്റെ യാർഡിനോട് ചേർന്ന് ഒരു വീടുണ്ട്, അവിടെ ഇരുന്നിട്ടുണ്ടാ പോകാം. എന്താ? അഞ്ജനയുടെ മുഖം നാണം കൊണ്ട് തുടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൾ കീഴ്ച്ചുണ്ട് നാവ് നീട്ടി നക്കിയ ശേഷം തലയാട്ടി. എനിക്ക് എൻ്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റുമായിരുന്നില്ല. നല്ലൊരു ഹോട്ടലിൽ നിന്ന് മട്ടൻ ബിരിയാണിയും വാങ്ങി ഞാൻ എൻ്റെ വണ്ടികളിടുന്ന സ്ഥലത്തെത്തി. കൊള്ളാമല്ലോ ഇവിടം, പുറത്തിറങ്ങിയ അഞ്ജന പറഞ്ഞു. മൂത്രം ഒഴിക്കണമെങ്കിൽ പിന്നിൽ ബാത്റൂം ഉണ്ട്. വെള്ളം അഞ്ജന നിൽക്ക്, ഞാൻ ബക്കറ്റിൽ വെള്ളം കോരി വെച്ചിട്ട് വരാം. അവളെ പണിയണമെന്ന മോഹത്തോടെ മതി മറന്നു നിൽക്കുകയായിരുന്നു ഞാൻ. അയ്യോ വേണ്ട, വെള്ളം ഞാൻ കോരാം. അഞ്ജന എൻ്റെ ഗസ്റ്റാണ്. എന്നാ ഈ താക്കോൽ വെച്ച് വീടിൻ്റെ കതക് തുറക്ക്, ഞാൻ ഉടൻ വരാം. അവൾ താക്കോലുമായി വീട് തുറക്കാൻ പോയപ്പോൾ ഞാൻ ചെന്ന് കുളിമുറിയിലെ ബക്കറ്റുകളിൽ വെള്ളം കോരി നിറച്ചു. മുട്ടി നിൽക്കുക, ഞാൻ ഒഴിച്ചിട്ട് വരാം. നാണിച്ച് ചിരിച്ച് അങ്ങനെ പറഞ്ഞ് അവൾ പോയി. ഞാൻ വേഗം അകത്ത് കയറി ഒരു പെഗ് കട്ടിക്ക് ഒഴിച്ചു അടിച്ചു. പിന്നെ ലിവിങ് റൂമിൽ ടീപ്പോയിൽ ബിരിയാണി വെച്ചു. അഞ്ജന വന്നപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി അത് കഴിച്ചു. നല്ല ബിരിയാണി, ഇറച്ചിക്ക് നല്ല ടേസ്റ്റുമുണ്ട്, അഞ്ജന പറഞ്ഞു. നല്ല മട്ടനാണ് അവിടെ ഉപയോഗിക്കുന്നത്. അഞ്ജനയ്ക്ക് ഇറച്ചി ഇഷ്ടമാണല്ലേ? വലിയ ഇഷ്ടമാണ്. പക്ഷെ ദിനേശനും അമ്മയും കഴിക്കില്ലല്ലോ. ഇല്ല, ഞാൻ ഇടയ്ക്ക് പാഴ്സൽ വാങ്ങി കഴിക്കും. അവിടെ വയ്ക്കാൻ തള്ള സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഞാൻ വാങ്ങിയേനെ. ഇറച്ചി പച്ചയ്ക്ക് തിന്നാൻ പറ്റില്ലല്ലോ, അവൾ ചിരിച്ചു. ഞാൻ പച്ചയ്ക്ക് തിന്നും, അവളുടെ ചുണ്ടിനെ ചലനം നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ തമാശയല്ല. അപ്പോൾ പട്ടിയോ പൂച്ചയോ ആണോ പച്ചയ്ക്ക് തിന്നാൻ? അവൾ ചിരിച്ചു. പട്ടിയുടെ ചില സ്വഭാവങ്ങൾ എനിക്കുണ്ട്, ഞാൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അത് പറഞ്ഞു. അഞ്ജന ചിരിച്ചു. അത് എന്ത് സ്വഭാവമാ? വാലുണ്ടോ ആട്ടാൻ? ഉണ്ട്, വാലും മാട്ടും, പച്ചയിറച്ചിയും തിന്നും, വെള്ളം നക്കി കുടിക്കും. പക്ഷേ ഇറച്ചി മൃഗത്തിൻ്റെ അല്ല, മനുഷ്യൻ്റെ ആണെന്ന് മാത്രം. അഞ്ജന എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ എന്തൊക്കെയോ ആളിക്കൊത്തുന്നത് ഞാൻ കണ്ടു. വെള്ളം എന്തിനാ നക്കി കുടിക്കുന്നത്? എന്നെ നോക്കാതെ അവൾ ചോദിച്ചു. എല്ലാ വെള്ളവും ഇല്ല, ചിലയിടത്ത് നിന്ന് ഊറി വരുന്ന ചില വെള്ളങ്ങൾ ഇല്ലേ, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എത്ര പേരുടെ ഇറച്ചി തിന്നിട്ടുണ്ട്? അല്പം കഴിഞ്ഞപ്പോൾ അവൾ തീരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഒരാളുടേത് മാത്രം. കള്ളം, സത്യം. ദിനേശേട്ടൻ തിന്നില്ല? അവൾ പറഞ്ഞു. ചിലർക്ക് ഇഷ്ടമല്ല, എനിക്ക് ഭ്രാന്താണ്. അഞ്ജന എന്നെ നോക്കി. എന്നിട്ട് വേസ്റ്റ് പെറുക്കി എല്ലാം കൂടി പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് കൈ കഴുകാൻ ഇറങ്ങി. ഞാനും തിന്നിട്ട് എല്ലാം കൂടി കെട്ടിപ്പെറുക്കി വേസ്റ്റ് കുറേ ദൂരെ കൊണ്ട് കളഞ്ഞു. തിരികെ വന്നപ്പോൾ അഞ്ജനയും കൈ കഴുകിയിട്ട് എത്തിയിരുന്നു. ഞാനും പോയി കൈ കഴുകി തുടച്ച ശേഷം തിരികെ എത്തി. എൻ്റെയും അവളുടെയും മനസ്സിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ എന്താണ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത്?
അവൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഒരു വണ്ടി എടുക്കണം, അതിടാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കാൻ വന്നതാ. ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞു. സ്ഥലമുണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ട്. അഞ്ജനയ്ക്ക് റെസ്റ്റ് എടുക്കണോ അതോ പോകാമെന്നോ? അവൾ എന്ത് പറയുന്നു എന്നറിയാൻ ഞാൻ ചോദിച്ചു. ഇക്കയ്ക്ക് റെസ്റ്റ് എടുക്കണേൽ എടുത്തോ, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ഞാനിവിടെ പുറത്തിരുന്നോളാം. വല്ലാത്തൊരു നോട്ടത്തോടെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ 1000 ബോംബുകൾ പൊട്ടി. അപ്പോൾ അവൾക്ക് പോകാൻ ധൃതിയില്ല അല്ലേ? അത് വേണ്ട, നമുക്ക് രണ്ടാൾക്കും അകത്തിരിക്കാം, ഞാൻ പറഞ്ഞു. നാണിച്ച് തുടുത്ത് അവൾ ചുറ്റും നോക്കി. എന്താ, ആരെങ്കിലും വന്നാൽ? ഇവിടെ ഒരാളും വരില്ല. എൻ്റെ പിന്നാലെ അവളും ഉള്ളിൽ കയറി. കതക് അടച്ചേക്കാം, നമുക്ക് ഉള്ളിലിരിക്കാം, അവിടെ നല്ല തണുപ്പുണ്ട്, മുറിക്ക് മച്ചുള്ളത് കൊണ്ട്. അഞ്ജന കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവളൊന്നും മറുപടി പറഞ്ഞില്ല. കതക് ഉള്ളിൽ നിന്നും അവൾ അടയ്ക്കുന്ന സമയത്ത് ഞാൻ മുറിയിലെത്തി. തുറന്നു കിടന്നിരുന്ന ജനൽ അടച്ചിട്ട് ഫാൻ ഫുൾ സ്പീഡിലിട്ടു. മുറിക്കുള്ളിൽ ഇരുട്ടി നിറഞ്ഞ പകൽ വെളിച്ചം മാത്രമേ ഉള്ളായിരുന്നു. അഞ്ജന വാതിൽക്കൽ എത്തി ഉള്ളിലേക്ക് നോക്കി. അഞ്ജനയ്ക്ക് കിടക്കണമെങ്കിൽ കിടന്നോ, ഞാൻ ഇവിടെ ഇരുന്നോളാം, കസേരയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു. അഞ്ജന മെല്ലെ അകത്ത് കയറി. അവൾ കയറിയതോടെ അവൾ വമിപ്പിച്ചിരുന്ന വിയർപ്പിൻ്റെ മദഗന്ധവും മുറിയാകെ വ്യാപിച്ചു. എൻ്റെ സംഘടിപ്പിൻ്റെ ശബ്ദം അവൾ കേൾക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ടായിരുന്നു. അഞ്ജന മെല്ലെ വന്ന് കട്ടിൽ തൻ്റെ വിരിഞ്ഞ ബാഗുകൾ അമർത്തിയിരുന്നു. നല്ല മുറി, ഉച്ചത്തിൽ നിശ്വസിച്ചുകൊണ്ട് അഞ്ജന എന്നെ നോക്കി. ഇഷ്ടപ്പെട്ടോ? എന്നാൽ ഈ മുറി അഞ്ജന എടുത്തോ? അവൾ ചിരിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞുള്ള ഈ സമയം നല്ല സുഖമുള്ള സമയമാണ്, അവൾ സ്വയം എന്നെ പോലെ പറഞ്ഞു. അതെന്താ, എനിക്ക് രാത്രിയേക്കാൾ ഇഷ്ടം ഈ സമയമാണ്. പക്ഷേ ദിനേശേട്ടൻ കട വിട്ട് വരില്ല, ഉച്ചയുറക്കം പോലുമില്ല. അവൾ വിരൽ കടിച്ച് എന്നെ നോക്കി. ശരിയാണ്, നല്ല മൂഡ് തോന്നുന്ന സമയമാണ്. എല്ലാവരും ഉച്ചമയക്കത്തിന് കയറുമ്പോൾ ഉച്ചയ്ക്ക് ഊണിന് മുൻപുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പകൽ വെളിച്ചത്തിൽ എല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവളെ ആർത്തിയോടെ നോക്കി. ഇത്തയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? അവൾ ചോദിച്ചു. ഇതേ സമയത്ത്. രണ്ടാളും കൂടി ശരിക്കും സുഖിച്ചു കാണും, അവൾ വിരൽ കടിച്ച് ലജ്ജയോടെ പറഞ്ഞു. അവളുടെ തുറന്ന സംസാരം എൻ്റെ ഞരമ്പുകളിലൂടെ വൈദ്യുതി പായിച്ചു. അവൾ ശരിക്കും സുഖിച്ചു, പക്ഷേ എനിക്ക് അവളെ ചെയ്യുമ്പോൾ അത്ര സുഖം തോന്നാറില്ല. അഞ്ജന വിരൽ മുഴുവനും വായിലേക്ക് കയറ്റി ഗൂഢമായി ചിരിച്ചു. ദിനേശൻ തിന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞാൻ ചോദിച്ചു. എന്ത് ഇറച്ചി? അവളുടെ ചുണ്ടിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു. പുള്ളിക്ക് അതൊന്നും അറിയില്ല. അഞ്ജനയ്ക്ക് നേരിട്ട് പറയരുതോ? എനിക്ക് നാണമാ. ഇതുവരെ അഞ്ജന അതിൻ്റെ സുഖം അറിഞ്ഞിട്ടില്ലേ? ഏതിൻ്റെ? അവൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി. എല്ലാത്തിൻ്റെയും. ഇല്ല, അവൾ മുഖം കുനിച്ചു. അന്ന് ഒളിച്ചോടിപ്പോയ ദിവസം ഒന്നും ചെയ്തില്ലേ? അഞ്ജന ഞെട്ടലോടെ എന്നെ നോക്കി. ആ വിവരം ഞാൻ അറിഞ്ഞു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഇക്ക എങ്ങനെ അറിഞ്ഞു അത്? അവൾ വല്ലാത്തൊരു ഭാവത്തോടെ ചോദിച്ചു. അറിഞ്ഞു, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അഞ്ജന പേടിക്കണ്ട, അന്ന് അവൻ ചെയ്തില്ലേ ഒന്നും. അവളുടെ മുഖത്ത് ആശ്വാസം പരക്കുന്നത് ഞാൻ കണ്ടു. അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പോലീസിനെ പേടിച്ചിട്ട് ഓട്ടമായിരുന്നു. അവൾ ചോദിച്ചു. ഇല്ലെങ്കിൽ അവന് ശരിക്കും സുഖിച്ചു തന്നേനെ അല്ലേ? അഞ്ജന മുഖം കുനിച്ച് വിരൽ കടിച്ചു. ഞാൻ അന്ന് ഭാര്യയെ ഇവിടെ കൊണ്ടുവന്ന് കുറേ ചെയ്തു, അവളെ നന്നായി സുഖിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് നടന്നു. നമുക്ക് പോകാം, ശക്തമായ കിതപ്പോടെ അവൾ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് അവളുടെ അരികിൽ ചെന്നപ്പോൾ അവൾ എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. പോകാം, അവൾ മന്ത്രിച്ചു. ഞാൻ മെല്ലെ കൈനീട്ടി അവളുടെ കവിളിൽ തൊട്ടു. ഡോണ്ട് ടച്ച് മീ, അവൾ പിടിക്കുന്ന കണ്ണുകളോടെയും വിറയ്ക്കുന്ന ആദരങ്ങളോടെയും പറഞ്ഞു. ഞാനത് ഗൗനിക്കാതെ അവളുടെ താടിയിൽ പിടിച്ച് തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തലോടെ അഞ്ജന മെല്ലെ കണ്ണുകൾ അടച്ചു. പിന്നെ ഞങ്ങൾ ആ കൊച്ചു റൂം ഞങ്ങളുടെ സ്വർഗമാക്കി തീർത്തു. അവൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എല്ലാ സുഖങ്ങളും ഞാൻ അവളെ അറിയിച്ചു. പിന്നീട് അങ്ങോട്ട് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഈ കൊച്ചു വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ മനസ്സുകൾ തമ്മിലും ശരീരങ്ങൾ തമ്മിലും കൈമാറാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് എങ്ങനത്തെ സ്റ്റോറീസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.